ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് സ്വീറ്റ് ഡ്രീംസ് എന്ന മൂവിയാണ്. നായകനും നായികയും അവരുടെ സ്വപ്നത്തിലൂടെ മാത്രം കണ്ടുമുട്ടുന്നു. പേരുപോലും അറിയാതെ സ്വപ്നത്തിൽ വരുന്ന ആ വ്യക്തിയെ അന്വേഷിച്ച് അവർ രണ്ടുപേരും ഇറങ്ങിത്തിരിക്കുന്നു. പരസ്പരം അവർ കണ്ടുമുട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും സ്വപ്നത്തിലൂടെ മാത്രം കണ്ടുമുട്ടുന്നത്? ഇതൊക്കെ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദിയയും കെനിയുമാണ്. അവർ രണ്ടുപേരും ഒരു റൊമാന്റിക് ഡേറ്റിന് വേണ്ടിയിട്ട് കഫേയിലേക്ക് വന്നിരിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ കെനിയാകട്ടെ തന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുമ്പോഴേ അവന്റെ കൈ തട്ടിയിട്ട് വെയിറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന കോഫി വീഴുന്നു. അവിടെ വെച്ചാണ് അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത്. കെനി മാത്രമല്ല, ദിയയും ഇതേ ഒരു സ്വപ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് ഈ ഒരു സ്വപ്നം തന്നെ താൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്നെന്നും കറക്റ്റ് ആ കോഫി വീഴുന്ന സമയത്ത് താൻ ഞെട്ടി ഉണരുമെന്നും അവൻ തന്റെ സൈക്കോളജിസ്റ്റിനോട് പറയുന്നു. തനിക്ക് ഇങ്ങനെയൊരു സ്വപ്നം സ്ഥിരമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് അവൻ ചോദിക്കുന്നു. മാത്രമല്ല, അങ്ങനെയൊരു പെൺകുട്ടി ശരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടോന്ന് പോലും അവൻ അറിയില്ല. ഡോക്ടർ അവന്റെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. താനൊരു പയ്യനെ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്ന കാര്യം ദിയയും അവളുടെ ഫ്രണ്ടിനോട് പറയുന്നു. എന്നാൽ ആ ഫ്രണ്ട് ദിയോട് പറയുന്നുണ്ട്, നീ നിന്റെ മനസ്സിൽ ഒരു പയ്യനെ വിചാരിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഓൾറെഡി നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ കൂടെ നീ ഇപ്പൊ താമസിക്കുന്നത് തന്നെ. ഇഷാൻ എന്നായിരുന്നു ദിയയുടെ ബോയ് ഫ്രണ്ടിന്റെ പേര്. എന്നാൽ ദിയയ്ക്കാകട്ടെ തന്റെ ലൈഫിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പലപ്പോഴും കൺഫ്യൂഷനാണ്. അവൾക്ക് എഴുതാൻ ഇഷ്ടമാണ്, മാത്രമല്ല പാടാനും ഇഷ്ടമാണ്. ഉടനെ തന്നെ അവളുടെ പ്രോഗ്രാമിൽ പാടാനും ഇരിക്കുകയാണ്. എന്നാൽ ഇഷാനാകട്ടെ ഒട്ടും തന്നെ ദിയയുടെ കൂടെ ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യാറില്ലായിരുന്നു. അവൻ എപ്പോഴും വർക്കിന്റെ തിരക്കാണ്. അതിൽ ദിയയ്ക്ക് അവനോട് പരിഭവവും ഉണ്ട്. എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. യൂസ്ലെസ് ആയിട്ടുള്ള പല സാധനങ്ങളും അവൻ എടുത്തിട്ട് റീസൈക്കിൾ ചെയ്ത് വീട്ടിൽ വെക്കാൻ പറ്റുന്ന പല സാധനങ്ങളാക്കി മാറ്റും. അവന്റെ ആ ബിസിനസിന് നല്ല ഗ്രോത്തും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കെനി. കെനിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആകാശും അവന്റെ ഗേൾഫ്രണ്ടും എല്ലാം തന്നെ ഈ ഒരു ബിസിനസ്സിൽ പങ്കാളിയാണ്. 10 മാസം മുമ്പാണ് കെനി തന്റെ ഗേൾഫ്രണ്ട് ഷെറിനുമായിട്ട് ബ്രേക്കപ്പ് ആയത്. അവൻ അതിൽ നിന്നും ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. പലപ്പോഴും അവളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കാറുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് ഇതെല്ലാം തന്നെ തടയുന്നുണ്ട്. നിന്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നിനക്കിന്ന് വൈകുന്നേരം ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കെനിയോട് അവന്റെ ഫ്രണ്ട് പറയുന്നു. എന്നാൽ അവന് ഡേറ്റിന് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരം അവൻ ആ ഡേറ്റിന് പോയി. എന്നാൽ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് ഒട്ടും തന്നെ അവന് സെറ്റായില്ല. അതേ ടൈമിൽ തന്നെ ഇഷാൻ ആകട്ടെ ദിയെ ഒരു ഡേറ്റിന് കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അവൾ അറിയുന്നത് സർപ്രൈസ് ആയിട്ട് ഇഷാൻ അവന്റെ പേരൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ദിയയ്ക്ക് ഇത് വളരെയധികം ഷോക്കായി. മാത്രമല്ല, അവന്റെ പേരൻസ് അവളോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും കാനഡയിലേക്ക് ഷിഫ്റ്റ് ആകണമെന്നും. അവരവിടെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാനിരിക്കുകയാണ്. നിനക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാന്ന് ഇഷാൻ പറഞ്ഞു. അതുകൊണ്ട് ഇഷാന്റെ കൂടെ നീയോ അവിടെ ജോലിക്ക് കയറിക്കോ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഇഷാൻ അവന്റെ പേരൻസിനോട് ഷെയർ ചെയ്തത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ തന്റെ ഡേറ്റിന് പോയിട്ട് ഇഷ്ടപ്പെടാതെ തിരിച്ചു വന്ന കെനി തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ആ സ്വപ്നത്തിൽ കാണുന്ന പെൺകുട്ടി പെർഫെക്റ്റ് ആണെന്ന്. ഞാൻ എങ്ങനെയാണോ ഒരു ലവറിനെ ആഗ്രഹിച്ചത് അതുപോലെ തന്നെയാണ് അവൾ എന്നോട് പെരുമാറുന്നത്. ആ പെൺകുട്ടി റിയൽ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ തന്നെ മതി. എന്നാൽ അതെല്ലാം സ്വപ്നമാണെന്നും നീ അതൊക്കെ മറന്നു കളയാനുമാണ് അവന്റെ ഫ്രണ്ട്സ് അവനോട് പറയുന്നത്. അതേസമയം വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ദിയ ഇഷാനോട് സംസാരിക്കുന്നു. കാനഡയിലെ പ്ലാനിംഗ് ഒന്നും എന്നോട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. എന്നാൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവിടേക്ക് പോകൂ എന്നാണ് അവൻ പറയുന്നത്. അവളുടെ അമ്മ ഓൾറെഡി അവളുടെ അച്ഛനുമായിട്ട് ഡിവോഴ്സ് ആയ ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് പേരൻസിന്റെ സമ്മതമൊന്നും ദിയയ്ക്ക് ഇപ്പോൾ വേണ്ട. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളായിരുന്നു. എന്നാൽ താനിപ്പോൾ റെഡിയല്ല എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ ദിയയും കെനിയും ഉറങ്ങാൻ കിടക്കുന്നു. അവരുടെ സ്വപ്നത്തില് വീണ്ടും പരസ്പരം അവർ കണ്ടുമുട്ടുന്നു. ഇത്തവണ കോഫി സീനിൽ നിന്ന് മാറിയിട്ട് അവരൊരുമിച്ച് കിടക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒരുപാട് സംസാരിക്കുന്നതും അവരുടെ ഒരുപാട് ഹാപ്പി മൊമെന്റ്സും ഒക്കെ ആയിരുന്നു ഇത്തവണ അവർ ഡ്രീമിൽ കാണുന്നത്. പിറ്റേന്ന് അവൻ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അവര് പറയുന്നു, നീ ഡ്രീമിൽ നിന്നെല്ലാം തന്നെ പുറത്തേക്ക് വരണം. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം നീ നിന്റെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകുന്നത് നല്ലതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കെനിയും ഫ്രണ്ട്സും അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പോകുന്ന വഴിയില് ഇടയ്ക്ക് റോഡ് ബ്ലോക്ക് ആയ കാരണം അവർ വണ്ടി നിർത്തി. ആ സമയത്ത് അതുവഴി പോയിക്കൊണ്ടിരുന്ന ഇഷാനെയും ദിയയും അവൻ കാണുന്നു. ദിയയെ കണ്ടതും താൻ സ്വപ്നത്തിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ തന്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. ദിയയും അവനെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവള് ഇഷാനോട് വണ്ടി നിർത്താൻ പറഞ്ഞില്ല. കുറച്ചു ദൂരം പിന്നാലെ ഓടിയ ശേഷം കെനി അവിടെ തന്നെ നിന്നു. ദിയയുടെ വണ്ടി വിട്ടു പോവുകയും ചെയ്തു. തന്റെ ഫ്രണ്ട്സിനോട് അവൻ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് തന്നെയാണ് ആ പെൺകുട്ടി. അവർ പറയുന്നുണ്ട് അതിന് ചാൻസ് ഇല്ലാന്ന്. എന്നാൽ അവൻ കൺഫേം ആയിട്ടും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ആ പെൺകുട്ടി. എനിക്ക് അവളെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവളുടെ സ്വപ്നത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവൾക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ ദിയ ആകെ ഷോക്കായിട്ട് തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ സ്ഥിരം കാണാറുള്ള ആ പയ്യനെ താനെന്ന് കണ്ടു എന്ന്. മാത്രമല്ല, അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഞാൻ അവനെ സ്വപ്നം കാണുന്ന പോലെ അവനും എന്നെ സ്വപ്നം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവനും എന്റെ വണ്ടിയുടെ പിന്നാലെ വരില്ലായിരുന്നു. അവളുടെ ഫ്രണ്ട് പോലും ശരിക്കും ആ കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് അവൾ ചോദിക്കുന്നത്. ദിയ എങ്ങോട്ടായിരിക്കും പോയത്, അവളെ ഇനി എങ്ങനെ കണ്ടെത്തുന്നൊക്കെ ആലോചിച്ചിട്ട് കെനി ആകട്ടെ ഒരു സ്ഥലത്തിരുന്ന് ഫോട്ടോസ് എടുത്ത് തന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഇടുകയായിരുന്നു. ആ സമയത്ത് ആ സ്റ്റോറീസ് കണ്ടിട്ട് ഒരു പെൺകുട്ടി അവന് മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് അവന്റെ ഒരു ഫോട്ടോയെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ തൊട്ടപ്പുറത്തായിട്ട് അവൾ നിൽപ്പുണ്ടായിരുന്നു. രൂപം എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവന്റെ ഫോളോവർ കൂടിയായിരുന്നു അവൾ. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചുനേരം അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. മാത്രമല്ല, അവന്റെ ആ റീസൈക്ലിംഗ് ആർട്ടിനെ കുറിച്ചെല്ലാം തന്നെ അവൾ ഒരുപാട് സംസാരിക്കുന്നു. അവൾക്കതെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇഷാൻ ദിയോട് പറയുന്നുണ്ട്,
പറയുന്നുണ്ട് അവന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടില് ഹെഡ്ഫോൺ പാർട്ടി നടത്തുന്നുണ്ട്, നമുക്കതിൽ പങ്കെടുക്കാൻ പോകാമെന്ന്. എന്നാൽ ദിയയ്ക്ക് അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് കൂടാമെന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് താല്പര്യമില്ലാത്ത കാരണം അവനും അത് വേണ്ടെന്ന് വെച്ചു. ഇവിടെ രൂപം കെനിയും കുറെ നേരമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. വൈകുന്നേരം തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആ ഹെഡ്ഫോൺ പാർട്ടിക്ക് പോകുന്ന കാര്യം അവൻ പറയുന്നുണ്ട്. തനിക്ക് പാർട്ടിക്കൊന്നും പോകാൻ തീരെ താല്പര്യമില്ല, എന്നാൽ അവർ വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ബോറടിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സംസാരിച്ചിരിക്കാമെന്ന് രൂപ പറയുന്നു. അങ്ങനെ റൂമിലെത്തി കെനിയാകട്ടെ തന്റെ ഫ്രണ്ട്സിനോട് രൂപിനെ കണ്ട കാര്യം പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ അവർ നോക്കുന്നു. അവളെ കണ്ടതും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. നീ ഇവളെ തന്നെ സെറ്റാക്കാനാണ് അവനോട് അവർ പറയുന്നത്. എന്നാൽ കെന്നിയുടെ മനസ്സിൽ ഇപ്പോഴും സ്വപ്നത്തിൽ കണ്ട ദിയയുടെ മുഖമായിരുന്നു. അവൾ റിയൽ ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് കൂടി അറിഞ്ഞതോടെ അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് റിസോർട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. എവിടെയെങ്കിലും അവൾ കാണാതിരിക്കില്ല. കുറെ റിസോർട്ടുകളിൽ അവർ പോയി നോക്കിയിട്ട് എവിടെയും ദിയെ കണ്ടില്ല. അവസാനം ആ ക്യാമ്പ് ഫയർ നടക്കുന്നിടത്തേക്ക് വരുന്നു. പക്ഷെ അവര് വരുന്ന ആ ഒരു കറക്റ്റ് സമയത്താണ് തന്റെ സ്കാർഫ് എടുക്കാൻ വേണ്ടിയിട്ട് ദിയ ടെന്റിനുള്ളിലേക്ക് കയറി പോകുന്നത്. അവരവിടെ വന്ന് ജസ്റ്റ് നോക്കിയ ശേഷം തിരിച്ചു പോകുന്നു. അവളെ അവിടെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചവിടെ നിന്ന് പോകാൻ നേരം അവൾ അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കെനിയും ദിയയും കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദിയയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നിർബന്ധിച്ച കാരണം ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ദിയയെ കാണാൻ പറ്റത്തിന്റെ വിഷമത്തിൽ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു അവൻ. ആ സമയത്ത് രൂപ അവിടേക്ക് വരുന്നു. അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. അവൾക്ക് തന്നെ കേട്ടിട്ട് അത്ഭുതമായിട്ട് തോന്നി. നിനക്ക് അവളെ കണ്ടെത്തണമെന്ന് ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഇല്ലേ? നിന്റെ മനസ്സിലുള്ള രൂപം വെച്ചിട്ട് അവളുടെ ഏകദേശം ഒരു പിക്ചർ വരയ്ക്കുക. അതിന് എന്റെ ഒരു ഫ്രണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അത് നിന്റെ സ്റ്റോറി ആയിട്ട് ഇടുക. ആ ഒരു പെൺകുട്ടിയെ നിന്റെ ഫോളോവേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് നല്ല ഐഡിയ ആണെന്ന് അവനും തോന്നി. രൂപ അവനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇഷാനോട് ദിയ ചോദിക്കുന്നുണ്ട് നീ നിന്റെ സ്വപ്നത്തിൽ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന്. അവൻ പറയുന്നുണ്ട് എന്റെ സ്വപ്നത്തിൽ നീ മാത്രമാണ് വരുന്നതെന്ന്. നീ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ക്യാമ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ദിയ തന്റെ ഫ്രണ്ടിനോട് കെനിയെ പറ്റി സംസാരിക്കുന്നു. എന്നാൽ ആ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് നീ ഇഷാനുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കാതിരുന്നാ മതി. എന്നാൽ ദിയ പറയുന്നുണ്ട് അത് ഓൾറെഡി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. എനിക്കതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ശരിക്കും അവനെ വിവാഹം കഴിക്കണം വേണ്ടിയെന്ന് പോലും പലതവണയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിയ അവളുടെ അമ്മയോട് സംസാരിക്കുമ്പോഴും അവളുടെ അമ്മയാകട്ടെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇഷാൻ പറയുന്ന കേട്ടിട്ട് അവന്റെ കൂടെ കാനഡയ്ക്ക് പോകാനാണ് അവര് പറയുന്നത്. അല്ലാതെ അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചൊന്നും തന്നെ അവർക്ക് ചിന്തയില്ലായിരുന്നു. ദേഷിച്ചാണ് അവൾ ഫോൺ വെച്ചത് തന്നെ. ഇവിടെ കെനിയാകട്ടെ രൂപന്റെ സഹായത്തോടു കൂടി ദിയയുടെ ഒരു പിക്ചർ വരച്ച ശേഷം തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടിടുന്നു. ഈ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നാൽ അത് കണ്ടിട്ട് പലരും അവനെ കളിയാക്കുകയും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പോസിറ്റീവായി ഒരു റെസ്പോൺസും എവിടെ നിന്നും അവന് കിട്ടിയില്ല. അമ്മയോട് വഴിക്കൊണ്ടാക്കിയ ദേഷ്യത്തിൽ ദിയ വന്ന് ഇഷാനോട് പറയുന്നുണ്ട് നീ പറഞ്ഞ പോലെ നമുക്ക് കാനഡയ്ക്ക് പോകാം, ഇവിടെ എനിക്ക് ആരുമില്ല എന്ന്. എന്നാൽ അങ്ങനെ ദേഷ്യത്തിൽ എടുക്കേണ്ട തീരുമാനമല്ല ഇതെന്നാണ് അവൻ പറയുന്നത്. നീ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം മതി കാനഡയിലേക്ക് പോകുന്ന കാര്യം തീരുമാനിക്കുന്നത്. ദിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തില് കെനിയാകട്ടെ രൂപന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിസപ്പോയിന്റ് ആകേണ്ട കാര്യമില്ല, ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് രൂപ പറയുന്നത്. എന്നാൽ കെനിയുടെ ഫോളോവേഴ്സ് ആകട്ടെ അവസാനം ആ ഫോട്ടോസ് വെച്ചിട്ട് മീംസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ആ മീംസ് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തു പോയി. അവസാനം അത് ദിയയുടെ അടുത്തു എത്തി. അവളുടെ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് നിന്റെ ഫോട്ടോ ആരോ വരച്ചിട്ട് മീംസ് ആക്കി വെച്ചിരിക്കുന്നുവെന്ന്. അതേസമയം ഇവിടെ രൂപ ആകട്ടെ കെനിയുടെ കൂടെ ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദിയയെ കണ്ടെത്താൻ ഒരു ഐഡിയ കൂടി അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലിബാഗിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയത്, ഒരു കാര്യം ചെയ്യ് ഹാഷ്ടാഗ് അലിബാഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യ്. അവൾ ഏതെങ്കിലും ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ആരെങ്കിലും അവളെ ടാഗും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്താം. അത് നല്ല ഐഡിയ ആണെന്ന് അവന് തോന്നി. നീ എന്തിനാ എന്നെ ഇത്ര ഇതേ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നീ എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്നാണ് അവൾ പറയുന്നത്. ജീവിതത്തിൽ ആരും എന്നെ ഇത്ര ഇതേ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് അവൻ തിരിച്ചും പറയുന്നു. എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ അതെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ദിയും അതുപോലെ സെർച്ച് ചെയ്യുകയായിരുന്നു കെനിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അവന്റെ പേരറിയാത്ത കാരണം അവന്റെ ഫേസ് ഉള്ള ഏതെങ്കിലും ഫോട്ടോ കിട്ടിയെങ്കിലും മാത്രമേ അവർക്ക് കണ്ടെത്താൻ കഴിയൂ. ഒടുവിൽ രണ്ടുപേരും പരസ്പരം കണ്ടെത്തുന്നു. പക്ഷെ അവരുടെ രണ്ടുപേരുടെ ഐഡിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആയിരുന്നില്ല, അത് വേറെ ആരൊക്കെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആയിരുന്നു. അവൻ തന്നെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ആ ക്യാമ്പ് ഫയറിൽ അവൾ ഉണ്ടായിരുന്നു എന്നും അവൾ ഇതേ പാട്ട് പാടുന്ന വീഡിയോ ഇതിലുണ്ടെന്നും. അതുപോലെ ദിയ തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഇഷാൻ പറഞ്ഞ ആ പാർട്ടിക്ക് പോകേണ്ടതായിരുന്നു, ആ ഹെഡ്ഫോൺ പാർട്ടിയിൽ അവൻ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോസ് ആണിത്. ഇപ്പോഴും അവർക്ക് പരസ്പരം പേര് കിട്ടിയിട്ടില്ല. ദിയയുടെ കൂട്ടുകാരി അവളോട് പറയുന്നുണ്ട് അവന്റെ പേര് കണ്ടുപിടിക്കാൻ ഐഡിയ ഉണ്ട്. ഇഷാന്റെ ഫ്രണ്ട് അല്ലേ ആ റിസോർട്ടിന്റെ ഓണർ, അവിടെ ആ പാർട്ടിയിൽ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാകും. നീ അയാൾക്ക് മെയിൽ അയച്ചിട്ട് ആ ലിസ്റ്റ് ഒന്ന് വാങ്ങിയാൽ മതി. ഇഷാന്റെ മെയിൽ ഐഡിയിൽ നിന്നാണ് അവൾ അത് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മെയിൽ അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയും വേണം. ഇഷാൻ അറിയാൻ പാടില്ല. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അവർ രണ്ടുപേരും വീണ്ടും സ്വപ്നത്തിൽ കണ്ടുമുട്ടുന്നു. അവർ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ആ കഫേയിലേക്ക് പോയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കഫേയിൽ 8 മണി കാണിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള എല്ലാവരും ഫ്രീസായി നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു. ആ സമയത്തിനും അവരുടെ കണ്ടുമുട്ടലിനും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ള പോലെ. രണ്ടുപേരും അവർ 8 മണിക്ക് ആ കഫേയിൽ വെച്ച് കാണുന്നത് സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ 8 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവളെ കാണാൻ പറ്റുമെന്ന് അവനും അവനെ കാണാൻ പറ്റുമെന്ന് ദിയയും വിചാരിക്കുന്നു.
ആ കഫേ ആകട്ടെ അവന്റെ ഓഫീസിന്റെ അടുത്തുമായിരുന്നു. താൻ അവളെ കാണാൻ പോകുന്ന കാര്യം രൂപനോടും അവൻ പറയുന്നുണ്ട്. അതിന് നീ അവളെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ വഴിയെ പറയാം, കാണാൻ സാധ്യതയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ കെനിയും ദിയയും കണ്ടുമുട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് രൂപൻ ആകെ സങ്കടമായിരുന്നു. കാരണം കെനിയെ പരിചയപ്പെട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞതോടുകൂടി തന്നെ അവൾ അവനെ പ്രണയിക്കാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ദിയോട് അടുക്കുന്നു എന്നറിയുമ്പോൾ അവളുടെ മനസ്സിലെ വിഷമം തോന്നാനും തുടങ്ങി. അങ്ങനെ ഒരു സൈഡില് ദിയയും ആ കഫേയിലേക്ക് വരുന്നു, അവനും ആ കഫേയിലേക്ക് വരുന്നു. രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവർ പരസ്പരം കാണുന്നില്ല. രൂപ അവന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നീ അവളെ കണ്ടോ എന്ന്. എന്നാൽ അവൾ ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവർ രണ്ടുപേരും പരസ്പരം കാണാത്ത കാരണം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് അവർ രണ്ടുപേര് രണ്ട് സ്ഥലത്താണുള്ളതെന്ന്. കെനി ഉള്ളത് മുംബൈയിലും ദിയ ഉള്ളത് പൂനെയിലുമായിരുന്നു. ആ റെസ്റ്റോറന്റുകളുടെ തന്നെ 2 ബ്രാഞ്ചസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പരസ്പരം കാണാതെ പോയതും. എന്നാൽ വീട്ടിലവൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഇഷാൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീ എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടിൽ വിളിച്ചിട്ട് എന്തിനാണ് ആ പാർട്ടിയിലെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്തതെന്ന് ചോദിക്കുന്നു. ഒടുവിൽ ദിയയ്ക്ക് കാര്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വരുന്നു. സ്വപ്നത്തിൽ കണ്ടൊരു പയ്യനെ തേടി നീ എന്തിനു പോയെന്നാണ് അവൻ ചോദിക്കുന്നത്. ഇവിടെ ദിയെ കാണാൻ പറ്റാത്ത വിഷമത്തില് കെനിയാകട്ടെ തിരിച്ച് രൂപന്റെ അടുത്തും എത്തി. നീ ആ പെൺകുട്ടിയെ ഇത്രയധികം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രൂപ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോഴെല്ലാം തന്നെ അവൾ എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു. എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. ഒരു പെർഫെക്റ്റ് മാച്ച്. അതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് പോലും. എന്നാൽ അവളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവളെ കണ്ടെത്തണം, അത്ര മാത്രമേ ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ. അങ്ങനെ അന്ന് രാത്രി അവൻ രൂപിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. പക്ഷെ അന്ന് രാത്രി അവന്റെ സ്വപ്നത്തിൽ വന്നത് ആദ്യം ദിയയായിരുന്നില്ല, രൂപായിരുന്നു. രൂപ് അവന്റെ മുന്നിലേക്ക് വന്നിട്ട് ദൂരേക്ക് പോകുന്നു. അവൻ രൂപിന്റെ പുറകെ പോയിട്ട് അവളുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ദിയയുടെ മുഖവും. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അവൻ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. തൽക്കാലം നീ ഈ ഡ്രീമിൽ നിന്നെല്ലാം തന്നെ ഒന്ന് വെളിയിൽ വന്നിട്ട് നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഓഫ്ലൈൻ ആയിട്ട് നമുക്കൊരു സെയിൽ വെക്കണം, അതിന്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. അവൻ എങ്ങനെ ഓഫ്ലൈൻ സെയിലിനെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇഷാനുമായിട്ട് വഴികെട്ട് വന്നിരിക്കുന്ന ദിയയോട് അവളുടെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്റെ ഹൗസ് മുഴുവൻ ഒന്ന് ഓർഗനൈസ് ചെയ്യാം, അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന്. അങ്ങനെ അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ കെനിയുടെ പ്രോഡക്ട്സും മറ്റുമായിരുന്നു. അവന്റെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ അവരിട്ടിരുന്ന വീഡിയോയും കാണുന്നു. അത് കണ്ട ഉടനെ അവളുടെ ഫ്രണ്ട് ആകട്ടെ അവളെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ഇതല്ലേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെന്ന്. ദിയാക വണ്ടടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാലമായിട്ട് അവൾ അന്വേഷിച്ചിരുന്ന വ്യക്തി ഇപ്പൊ ദാ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയിരിക്കുന്നു. അവന്റെ പേരുൾപ്പെടെ കിട്ടി. അവരുടെ ഓഫ്ലൈൻ സെയിൽ നടക്കാൻ പോകുക, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ അവിടെ നേരിട്ട് പോയി കാണാമെന്നാണ് ദിയോട് അവളുടെ ഫ്രണ്ട് പറയുന്നത്. ആ സെയിലിലേക്ക് രൂപം വന്നിട്ടുണ്ടായിരുന്നു. കെനിയുടെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ രൂപ പരിചയപ്പെടുന്നു. പൂനെയിൽ നിന്ന് ദിയയും അവളുടെ ഫ്രണ്ടും അതേ സെയിലിലേക്ക് തന്നെ വരുന്നു. അവിടെ പോയിട്ട് കെനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് കയറാൻ നേരത്ത് കെനി അങ്ങോട്ട് രൂപിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. കെനിക്ക് വേറെ ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്നും പോകുന്നു. എന്നാൽ വാതിലടയുന്ന നേരത്ത് കെനി ആകട്ടെ അവളുടെ മുഖം ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ അവിടെ പോയി നോക്കുമ്പോൾ ഒന്നും തന്നെ ആരെയും കാണുന്നില്ല. അത് നിന്റെ തോന്നലായിരിക്കുമെന്ന് രൂപം മറ്റും പറയുന്നുണ്ട്. എന്നാൽ കെനി ഉറപ്പിച്ച് പറയുന്നു ഇത് അവള് തന്നെയാണെന്ന്. ലിഫ്റ്റിലേക്ക് ദിയയും ഫ്രണ്ടും കയറുന്ന സമയത്താണ് കെനിയുടെ ഫ്രണ്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവനാകട്ടെ കെനിയോട് വന്ന് പറയുന്നുണ്ട് ആ പിക്ചറിൽ കണ്ട അതുപോലൊരു പെൺകുട്ടി ഇപ്പൊ ഇവിടെ നിന്നും പോയി എന്ന്. അതോടുകൂടി അവർ ഉറപ്പിച്ചു അത് ദിയ തന്നെയാണെന്ന്. ദിയ ആകട്ടെ ആകെ ദേഷ്യത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നാൽ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അത് ചിലപ്പോൾ അവന്റെ ഫ്രണ്ട് വല്ലതും ആയിരിക്കും, നമുക്ക് പോയി സംസാരിച്ചിട്ട് പോകാമെന്ന്. എന്നാൽ ദിയ അതൊന്നും കേൾക്കുന്നില്ല. അതവന്റെ ഗേൾഫ്രണ്ട് തന്നെയായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്തു. കെനിയും കൂട്ടുകാരും വന്ന് നോക്കിയപ്പോഴേക്കും അവളെ അവിടെ കാണുന്നുമില്ല. ആ ഒരു കാര്യം CCTV കൂടി ചെക്ക് ചെയ്ത് അവർ ഉറപ്പുവരുത്തിയ ശേഷം എൻട്രി ബുക്കിൽ നിന്നും അവരുടെ പേരെടുക്കുന്നു. എന്നാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ടിന്റെ പേര് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. +1 എന്നാണ് അവൾക്ക് പകരം ഇട്ടിരുന്നത്. തൽക്കാലം ഫ്രണ്ടിന്റെ പേര് കിട്ടിയ സ്ഥിതിക്ക് അത് വെച്ചിട്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഇനി കെനിയുടെ പുറകെ പോയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ദിയ ആകട്ടെ നേരെ ഇഷാന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം കൊണ്ട് കെനി ആകട്ടെ അവളുടെ ഫ്രണ്ടിന്റെ ഐഡി തപ്പിയെടുത്ത് അവൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ദിയെ പറ്റിയും ആ സ്വപ്നത്തെ പറ്റിയും എല്ലാം തന്നെ മെസ്സേജ് അയക്കുന്നു. അത്യാവശ്യമായിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറും കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അവളുടെ ഫ്രണ്ട് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവര് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ദിയെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സെറ്റാക്കി വെച്ചു. ദിയ ആദ്യമായിട്ടൊരു ക്ലബ്ബിൽ പാടാൻ പോവുകയാണ്. അവിടേക്കാണ് കെനിയും പോകുന്നത്. എന്നാൽ അവളെ കാണാൻ പോകുന്ന ആ ഒരു യാത്രയിലേക്ക് രൂപിനെ അവൻ കൂടെ കൂട്ടുന്നു. അവനൊന്ന് നിർബന്ധിച്ചപ്പോഴേക്കും അവൾ കൂടെ വരികയും ചെയ്തു. ശരിക്കും രൂപ ഒരുപാട് സങ്കടത്തിലായിരുന്നു. അവന്റെ എല്ലാ കാര്യത്തിലും അവൾ കൂടെ നിൽക്കാറുണ്ട്. പക്ഷെ ദിയയുമായി കണ്ടുമുട്ടിയ ശേഷം അവൻ ദിയയുടേതായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം അവൾക്കറിയാം. അങ്ങനെ അവർ ഒരിടത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ അവനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ കണ്ട ശേഷം നമുക്കിടയിലെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് വറീഡാണ്. നീ ശരിക്കും എനിക്ക് വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഒരിക്കലും അല്ല, ഞാൻ എനിക്കും കൂടി വേണ്ടിയാണ് വന്നത്. നിന്റെ കൂടെ എനിക്ക് വരണമെന്ന് തോന്നി അതുകൊണ്ട് വന്നു. ഞാൻ ഡ്രീമിലല്ല ജീവിക്കുന്നത്, റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ രാത്രിയായപ്പോഴേക്കും ദിയെ കാണാനുള്ള സ്ഥലമെത്തിയിരുന്നു. അവിടേക്ക് കയറി പോകുന്നതിന് മുമ്പ് അവൻ അവളോട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരും, നമുക്ക് ഇവിടെ വെച്ച് തന്നെ വീണ്ടും മീറ്റ് ചെയ്യാമെന്ന്. നീ പോയിട്ട് വന്നാൽ മതി, ഞാനിവിടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ യാത്ര അയക്കുന്നു. അവനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ദിയ അവിടെ പെർഫോം ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അവളുടെ പാട്ടെല്ലാം തന്നെ അവൻ നല്ലപോലെ ആസ്വദിച്ചു. അവൾ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ കെനിയെ അവൾ പരിചയപ്പെടുത്തുന്നു. ദിയ ഒരു നിമിഷം ഒന്ന് ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. പരസ്പരം പരിചയപ്പെട്ട ശേഷം അവർ കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. നടന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേര് സ്വപ്നത്തിൽ പരസ്പരം കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് ശരിക്കും അറിയില്ല. എവിടെയോ കണ്ടുമറന്നൊരു മുഖം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. പെട്ടെന്ന് അവർക്ക് ആ കാര്യം ഓർമ്മ വരുന്നു. കെനി പറയുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടത് ആ കഫേയിൽ വെച്ചിട്ടാണ്. അന്ന് എന്റെ ബ്രേക്കപ്പ് ആകുന്ന സമയമായിരുന്നു. ഞാൻ എന്റെ ഗേൾഫ്രണ്ടുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് അവിടേക്ക് കടന്നു വന്നു. കെനിയുടെ ഗേൾഫ്രണ്ട് അവനുമായി ബ്രേക്കപ്പ് ആയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് ദിയ അവനെ നോക്കിയിട്ട് എല്ലാം ഓക്കെ ആകാൻ റിലാക്സ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ശരിക്കും അവിടെ വെച്ചായിരുന്നു അവർ കണ്ടുമുട്ടിയത് തന്നെ. ഏകദേശം 1 വർഷമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ പരസ്പരം അവരുടെ ഡ്രീംസിലും കണ്ടുമുട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അതേ കഫേയിലേക്ക് പോയി. ദിയ പറയുന്നുണ്ട്, ആ ഡ്രീംസിൽ കാണുന്ന പെൺകുട്ടിയെ പോലെ ഞാൻ ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും അങ്ങനെയൊന്നും തന്നെയല്ല. ലൈഫിൽ എന്താ വേണ്ടതെന്ന് തന്നെ എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയില്ല. തന്റെ ആ ബോയ് ഫ്രണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് താൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന്. നേരത്തെ ഇഷാനെ കാണാൻ പോകുന്ന സമയത്ത് അവൾ അവനുമായിട്ട് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആലോചിച്ചിട്ടാണ് അവൾ ആ തീരുമാനം എടുത്തത് തന്നെ. ഇവിടെ കെനി പറയുന്നുണ്ട്, ഡ്രീംസിൽ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറും ആ രീതികളുമാണ് അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതൊരിക്കലും ദിയയിലില്ല. പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് വന്നു. തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്താണ് അവൾ എന്റെ ലൈഫിലേക്ക് വന്നത്. രൂപ് എന്നാണ് അവളുടെ പേര്. അത് കേട്ടപ്പോൾ ശരിക്കും ദിയയ്ക്കും സന്തോഷമായി. അറ്റ്ലീസ്റ്റ് ഡ്രീംസിലുള്ള പെൺകുട്ടിയെ പോലെ ഒരാളെങ്കിലും നീ കണ്ടുമുട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. കെനി ദിയയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവന് മനസ്സിലായി ഒരിക്കലും ഡ്രീംസിൽ കണ്ട അതേ പെൺകുട്ടി തന്നെയൊന്നുമല്ല ദിയ എന്ന്. അവനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അവനോട് നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന, അവനെ അവനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി അത് രൂപ് മാത്രമാണ്. ഡ്രീമിൽ കണ്ട ദിയയല്ല റിയാലിറ്റിയിലെ ദിയ. എന്നാൽ ഡ്രീമിൽ കണ്ട ദിയയുടെ എല്ലാ ക്വാളിറ്റീസും ഉള്ള വ്യക്തിയാണ് രൂപ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ അവന്റെ കൈ തട്ടിയിട്ട് അതുവഴി വന്ന വെയിറ്ററിന്റെ കയ്യിൽ നിന്നും കോഫി താഴേക്ക് വീഴുന്നു. ആ ഒരു സമയത്ത് അവിടെ ക്ലോക്കിൽ 8 മണിയായിരുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. നമ്മൾ നമ്മുടെ ഡ്രീംസിന്റെ പിറകെ പോകുമ്പോൾ റിയാലിറ്റിയിൽ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട്. ഡ്രീംസിനേക്കാളും ചില സമയത്ത് നല്ലത് റിയാലിറ്റി തന്നെയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.